ഹലോ എവ്രി വൺ. ഇന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻ റൂത്തിൻ്റെ പുസ്തകത്തിനെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ത്. റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ 7 പോയിൻറ്റ്സ്. ഒന്ന്, ഭർത്താവിൻ്റെ അമ്മായിയമ്മയെ എങ്ങനെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അതുവഴി മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര ചരിത്രവും വംശാവലിയിലും പേര് ചേർക്കപ്പെട്ടു. ഈ 2 പോയിൻ്റാണ് അവിടെ വരുന്ന ആദ്യത്തെ നിങ്ങളുടെ മെയിൻ പോയിൻ്റായിട്ട് വരുന്നത്. ഓക്കെ, രക്ഷാകര ചരിത്രത്തിൽ യേശുവിൻ്റെ വംശാവലിയിലും തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അമ്മാവിയമ്മയെ സ്വന്തം അമ്മയായി പരിചരിച്ച് അതിൽ പേര് ചേർക്കപ്പെട്ട ആളാണ് റൂത്ത്. 2, നീതിമാനായ ദൈവം കാല പെറുക്കാൻ പോയ വയലിൻ്റെ നാദയാക്കി അവളെ മാറ്റി. മൂന്നാമത്തെ പോയിന്റ്, ചെറിയ പുസ്തകത്തിലൂടെ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. 4, 3 വിധവകളുടെ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ മനോഹര ചിത്രം. 5, യഹോവയാം ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിൻ്റെയും വിവരണം. അതങ്ങനെ തന്നെ പഠിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. യഹോവയാം ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിൻ്റെയും വിവരണം. 6, മശിഹൈക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള താല്പര്യം എടുത്തു കാണിക്കുന്നതിനുപരിയായി ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണം. 7, ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് 11 വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇത്രയുമാണ് 7 പോയിന്റ്സ് ആണ് റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ 1 വേർഡായിട്ടോ ചോദിക്കാം. ഇംഗ്ലണ്ടിലെ മഹാകവിയായ ഡാഷ് റൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തെന്നും ചോദിക്കാം, അല്ലെങ്കിൽ ആര് പറഞ്ഞിരിക്കുന്നു. അപ്പം ടെന്നിസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. മഹാകവിയായ പറഞ്ഞത് കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് റൂത്തിൻ്റെ പുസ്തകം. രണ്ടാമത്തെ, അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോടുകൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുന്നുവെന്ന് റൂത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളടക്കത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അതല്ലെങ്കിൽ മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളെ കുടുംബ സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുന്നു എന്നുള്ള പോയിൻ്റായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കത് ഉള്ളടക്കമായിട്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഇത് നല്ലൊരു പോയിൻ്റാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്തത്, റൂത്തിൻ്റെ പേര് റൂത്തിൻ്റെ പുസ്തകത്തിൽ അല്ലാതെ വേദപുസ്തകത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മത്തായി 1:5 യേശുവിൻ്റെ വംശാവലിയോട് ചേർത്ത്. റൂത്ത് ദാവീദ് രാജാവിൻ്റെ വലിയമ്മയാവുന്നു. എങ്ങനെയാണ് വലിയമ്മയാവുന്നത്? ഇഷായിയുടെ അപ്പനാണ് ഒബേദിൻ്റെ അമ്മയാണ് റൂത്ത്. ക്രിസ്തു, ഇനി അടുത്തത്, ക്രിസ്തു ഒരുക്കിയ രക്ഷാകുറിയുടെ മുൻകുറി എന്ന് റൂത്തിൻ്റെ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മെയിൻലി 3 പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതുന്നത്. ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് റൂത്തിൻ്റെ പുസ്തകം വിരൽ ചൂണ്ടുന്നത്. ഗോയൽ എന്ന എബ്രായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോയലിന് 3 മീനിങ് ഉണ്ട്. ചാർച്ചക്കാരൻ, പ്രതികാരകൻ. പക്ഷേ ഇവിടെ ഈ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള റൂത്തിൻ്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള മീനിങ് ആണ്. മഹാധനികനായ ബോവസിലെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. പിന്നെ 3-ാമത്തെ പോയിന്റ്, അപ്പം ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനെ റൂത്തിൻ്റെ പുസ്തകത്തിലൂടെ വിരൽ ചൂണ്ടുന്നു എന്ന് ചോദിച്ചാൽ ഗോയൽ എന്ന പദത്തിൻ്റെ അർത്ഥം അത് റൂത്തിൻ്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടെടുപ്പുകാരൻ എന്നാണ്. ക്രിസ്തു മഹാധനികനായ ബോവസിനെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരൻ എന്ന ക്രിസ്തുവിനെ നിഴലായിട്ട് കാണിക്കുന്നു. പിന്നെ അടുത്ത അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്നുള്ള ബോധ്യം അവിടെ പുരുഷനും സ്ത്രീയും യവനനും യഹൂദനും പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവത്തിൻ്റെ മുൻപാകെ ഒന്നാവുന്നു എന്നുള്ള അനുഭവം. അപ്പം വീണ്ടെടുപ്പുകാരൻ്റെ ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് റൂത്തിൻ്റെ പുസ്തകം എങ്ങനെ വിരൽ ചൂണ്ടുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് 3 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. വീണ്ടെടുപ്പുകാരൻ എന്നതിൻ്റെ മീനിങ് എന്താണ്? അത് റൂത്തിൻ്റെ പുസ്തകത്തിൽ ഗോയൽ എന്ന പദത്തിന് ഗോയൽ എന്ന പദത്തിൻ്റെ അർത്ഥം ചാർച്ചക്കാരൻ, പ്രതികാരകൻ, വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെ ഉണ്ടെങ്കിലും റൂത്തിൻ്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്.
അതിൽ മഹാധനികനായ ബോവസിനെ അവതരിപ്പിക്കുന്നത് വഴി ക്രിസ്തു എന്ന പരിപൂർണ വീണ്ടെടുപ്പുകാരനെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്നും അവിടെ പുരുഷനും സ്ത്രീയും യവനനും പരദേശിയും പ്രവാസിയും സ്വദേശിയും യഹൂദനും ഒക്കെ ദൈവത്തിരുമുൻപാകെ ഒന്നാകുന്നു എന്നുള്ള അനുഭവം. ഇതാണ് അതിന് ആൻസറായിട്ട് എഴുതേണ്ട 3 പോയിന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.